ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഗോവയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ബോട്ടിങ്ങിന് വന്നാണ്. ബോട്ടിങ്ങും പിന്നെ ലഞ്ചും എല്ലാം ബോട്ടിനകത്തായിരിക്കും. പിന്നെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ്, DJ പാർട്ടീസ് അങ്ങനെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് ഒരു 2 hours ട്രാവൽ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കലങ്ങിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിൽ കണ്ടില്ല, ഇത് ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. സോ അതിലായിരിക്കും നമ്മുടെ ലഞ്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് നേരത്തേക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒരു ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. ഒരു 12 o'clock ഒക്കെ ആയി, ഒരു 11:30 ആ ഒരു ടൈമിലായിരുന്നു നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇരുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഞങ്ങൾ മുകളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മഴ കൊള്ളാത്തൊരു സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്കാണെങ്കിൽ നല്ല ഒടുക്കത്തെ പനിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം എനിക്ക് വന്നിട്ടുള്ളൊരു അടിപൊളി പനിയായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ട്രിപ്പ് പോകുന്ന ഒരു മൂഡായതുകൊണ്ട് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ ഫുഡ് എന്ന് പറയാൻ ഇതൊക്കെയായിരുന്നു: ചോറ്, ചപ്പാത്തി, ചിക്കൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് എനിക്കത് ആ ടൈപ്പ് ഓഫ് ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ പനിയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കലങ്ങിയിട്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ താഴെ ഈ DJ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ താഴെയുള്ള സ്പീഡ് ബോട്ടും പിന്നെ ബനാന റൈഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയുണ്ടായിരുന്നു, ഫോണൊന്നും പുറത്തെടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ബാക്കിയുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയിരുന്നു. പിന്നെ എല്ലാം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം എപ്പോഴും ക്യാമറ പിടിച്ച് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ടൈമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്ന ടൈം മാത്രമേ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ അഗോഡ ഫോർട്ടിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴയുണ്ടാവില്ല എന്ന്. സോ അങ്ങനെ ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ച കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്, വിത്ത് 2 straw. പിന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ആൾക്കാർ ഇങ്ങനെ ഇരിക്കി നടക്കെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ ബാലൻസ് ഒക്കെ പോകുന്നത് പോലെ തോന്നും. ഹൈറ്റിൽ പോകുകയെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി ഇല്ലാതെ ഹൈറ്റിൽ പോകാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ വക പരിപാടിക്കൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടേക്കൊക്കെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. സോ ഗായ്സ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് അഗോഡ ഫോർട്ടിലാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് ഒരു 5 kilometers ഉള്ളൂ. അടിപൊളി വൈബാട്ടോ, നല്ല രസമാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ നിൽക്കുമ്പോൾ കുറച്ച് വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. എന്തായാലും ഗോവയ്ക്ക് വരുന്നവർ മിസ് ചെയ്യാതെ എന്തായാലും എത്തേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ്. ഗായ്സ്, ഫൈനലി മഴ വന്നു, നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് സെറ്റായി. പക്ഷെ എന്നാലും ഞങ്ങൾ ഫുള്ളായിട്ട് നനഞ്ഞു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് കളിക്കാൻ, അല്ലേ? നിങ്ങൾ മഴയത്ത് കളിക്കണം. നിങ്ങൾ നിങ്ങളുടെ കൊച്ചു മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും കേൾക്കരുത്, ഒന്നും പറയാൻ അറിയില്ല. പൊട്ടന അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ഫോർട്ടിന്റെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. ഞങ്ങൾ നമ്മൾ സ്പോട്ടിലോട്ട് എങ്ങോട്ട് പോവാം? അയ്യോ, അവിടെ നോക്കൊരു പട്ടീന്റെ റേസിംഗ് പോലെ നല്ല രസമുണ്ട് കാണാൻ. അടുത്തോട്ട് നമ്മൾ എവിടേക്ക് പോകും? അല്ല, ഇനി ഞങ്ങൾ വേറെ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകാം. കാരണം ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല മഴയുണ്ട്. പിന്നെ ഇപ്പം മഴയില്ല, എന്നാലും ഞങ്ങൾ വേറെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു സംഭവമാണിത്. പോകുന്ന വഴിക്കല്ല, ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തൊട്ടടുത്തുള്ളൊരു സംഭവം ഇട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു പള്ളിയിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വേറെ ഡെസ്റ്റിനേഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ പോയത്, അതൊന്നും ഞാൻ എടുത്തില്ല.
അങ്ങനെ നമ്മൾ അവിടെ കണ്ടൊരു ഷോപ്പാണിത്. അങ്ങനെ അവിടെ നമ്മൾ ഹെയർ ബ്രൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഞാനിത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഗോവയിൽ പോകുമ്പോൾ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ എല്ലാ സ്പോട്ടിലും ഈ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ എല്ലാവരും വായ തോന്നിയ പ്രൈസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയപ്പോഴാണ് ഇവർ അത്യാവശ്യം 100 റുപ്പീസിന് ചെയ്തിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും നല്ല റേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഞാൻ ഒരു സൈഡ് മാത്രമേ ചെയ്തുള്ളൂ, 2 സൈഡ് ഞാൻ ചെയ്തില്ല. കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ ചീവാനായിട്ട് ഭയങ്കര പാടാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൈഡേ ചെയ്തുള്ളൂ. ഒരു സൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീടെത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ 2-3 സൈഡും കൂടെ ചെയ്ത് വിടായിരുന്നെന്ന്. പക്ഷേ എന്തായാലും 1 സൈഡ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് പോകാൻ ഭയങ്കര പാടാണ്. അത് കാരണം ഒരു കുന്നുംപുറത്താണ് ഈ ഒരു ഫോട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നടന്ന് എത്തുമ്പോഴേക്കും നമ്മളൊരു പരുവാവും. കാരണം ഈ സ്റ്റെപ്പ് എല്ലാം കയറി വേണം നമ്മൾ പോകാനായിട്ട്. ഈ സ്റ്റെപ്പ് കയറി ചത്ത് ചീഞ്ഞിരിക്കുന്ന ഞങ്ങളെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ വലിയ കാര്യത്തിൽ ഞാനൊക്കെ കയറുമെന്ന് പറഞ്ഞ ആളാണ് അവിടെ ചത്ത് കുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. പിന്നെ ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മഴയും കൂടെ വന്നപ്പോൾ നല്ല രസമായി, ശരിക്കും രസമായി. കാരണം ഭയങ്കര കാറ്റുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലെത്തിയതും ഭയങ്കര ചെറുതായിട്ട് മഴ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ഫേസിലൊക്കെ. അപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പനിയാണ്, പക്ഷെ എന്നാലും ഫുള്ളായിട്ട് മഴ ഞാൻ അന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുകളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് വ്യൂ. നമുക്ക് കാണാനായിട്ട് കുറേ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല, പക്ഷെ നമുക്ക് അവിടെ നിന്ന് റിലാക്സ് ചെയ്യാനോ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അല്ലാതെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞ് പക്ഷെ നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. നമുക്കിങ്ങനെ കുറേ ഇരിക്കാനായിട്ടുള്ള സ്പോട്ടുകളുണ്ട്, കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് പ്രൈവസിന്ന് ഒരു സാധനം കിട്ടില്ല. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും എല്ലാ സ്പോട്ടിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും റെയിൻ കോട്ടിലായി. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നോക്കുമ്പോൾ താഴെ ഫുള്ള് കടലിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആദിമ മനുഷ്യനെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പേര് എൻ്റെ മുകളിലെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇവർക്ക് ഇതിന് പറ്റുന്നതെന്ന് അറിയില്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ ഒരു ഇതിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ എൻ്റെ ഫോൺ ഓഫായി പോയി. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം നിന്ന് വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ റൂമിലെല്ലാം പോയി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഒരു 4 മണി 5 മണി ടൈമിലായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഇരുട്ടായപ്പോഴത്തേക്കും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതുപോലെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ലേസർ ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും, ഒട്ടും പറ്റില്ല എനിക്ക് അതിലോട്ട് നോക്കാൻ തന്നെ. അപ്പം ഞാൻ താഴെ നോക്കി നടക്കരുത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫൈനലി റൂം എത്തി. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിറ്റേ ദിവസത്തെയും ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി തോന്നി. സോ അങ്ങനെ ടയേർഡായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.